നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ എൻ.ഡി.എ വിടാൻ ബി.ഡി.ജെ.എസിനുള്ളിൽ സമ്മർദ്ദം. എൻ.ഡി.എ നേട്ടമുണ്ടാക്കിയ ഇടങ്ങളിൽ പോലും ബി.ഡി.ജെ.എസിന് വോട്ട് കുറഞ്ഞതാണ് അതൃപ്തിക്ക് കാരണം. തിരുവനന്തപുരം കോർപ്പറേഷൻ എൻ.ഡി.എ ഭരണം പിടിച്ചെങ്കിലും ബി.ഡി.ജെ.എസ് മത്സരിച്ച സീറ്റുകളിലെല്ലാം വോട്ട് കുറഞ്ഞു. ബി.ജെ.പിയുടെ നിസ്സഹകരണമാണ് തോൽവിക്ക് കാരണമെന്നാണ് ബി.ഡി.ജെ.എസിന്റെ ആരോപണം. ബി.ജെ.പിക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ പോലും വേണ്ടത്ര പിന്തുണ തങ്ങൾക്ക് ലഭിച്ചില്ല. ബി.ഡി.ജെ.എസ് മത്സരിച്ച തിരുവനന്തപുരം നഗരത്തിലെ വാർഡുകളിൽ ബി.ജെ.പി വോട്ട് യു.ഡി.എഫിന് മറിച്ചുവെന്ന് വി.കെ. പ്രശാന്ത് എം.എൽ.എ കണക്കുകൾ നിരത്തി ആരോപിച്ചിരുന്നു. ബി.ഡി.ജെ.എസിന് 40 നിയോജക മണ്ഡലങ്ങളിൽ മാത്രമാണ് സീറ്റ് ലഭിച്ചത്. ഇവിടെ പലയിടങ്ങളിലും ബദൽ സ്ഥാനാർത്ഥികളെയും നിർത്തി. ലഭിച്ചതിൽ ഭൂരിപക്ഷം സീറ്റുകളും സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിലായിരുന്നു. 23-ന് നടക്കുന്ന ബി.ഡി.ജെ.എസ് നേതൃത്വ യോഗത്തിൽ മുന്നണി മാറ്റമടക്കം ചർച്ചയാകും. 300ഓളം സീറ്റുകളിൽ മത്സരിച്ച ബി.ഡി.ജെ.എസ് 5 മാത്രമാണ് വിജയിക്കാനായത്. കൊച്ചി കോർപ്പറേഷനിൽ 13 സീറ്റുകളിൽ മത്സരിച്ചുവെങ്കിലും സിറ്റിംഗ് സീറ്റിൽ ഉൾപ്പെടെ പരാജയപ്പെട്ടു. കോഴിക്കോട് കോർപ്പറേഷനിലും ഇതുതന്നെയായിരുന്നു സ്ഥിതി. കോട്ടയം പള്ളിക്കത്തോട് പഞ്ചായത്തിൽ ബി.ഡി.ജെ.എസിന്റെ സിറ്റിംഗ് സീറ്റ് ബി.ജെ.പി ഏറ്റെടുത്തിരുന്നു. ഇവിടെ പരാജയപ്പെട്ടതോടുകൂടി പഞ്ചായത്ത് ഭരണം തന്നെ നഷ്ടമായി. എൻ.ഡി.എക്ക് ആധിപത്യം ഉണ്ടായിരുന്ന ആലപ്പുഴ കോടന്തുരുത്ത് പഞ്ചായത്തിലും ബി.ജെ.പി ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. കഴിഞ്ഞ തവണ 7 സീറ്റ് നേടിയിരുന്നിടത്ത് ഇത്തവണ 6 സീറ്റാണ് എൻ.ഡി.എക്ക് ലഭിച്ചത്. ബി.ജെ.പിയുടെ ഏകപക്ഷീയമായ നിലപാടിനെ തുടർന്ന് പലയിടത്തും സ്ഥാനാർത്ഥിയെ നിർത്താതെ ബി.ഡി.ജെ.എസ് പിൻവാങ്ങേണ്ടി വന്നിരുന്നു. രാജീവ് ചന്ദ്രശേഖരുമായും ബി.ജെ.പി ദേശീയ നേതൃത്വവുമായും തുഷാർ വെള്ളാപ്പള്ളിക്ക് മികച്ച ബന്ധമാണുള്ളത്. ഈ അടുപ്പമാണ് മുന്നണി വിടുവാൻ തടസ്സമാകുന്നതെന്ന് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.